എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജനുവരി 30-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ക്ഷേമ പദ്ധതികളിൽ ഊന്നി രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. ബിരുദതലം വരെ പഠനം സൗജന്യമാക്കുമെന്ന് പ്രഖ്യാപിച്ച സർക്കാർ സംസ്ഥാനത്തെ കുട്ടികൾ മുതൽ വയോജനങ്ങൾ വരെയുള്ളവരെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള വിവിധ ഇൻഷുറൻസ് പദ്ധതികളും പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനായി കമ്മീഷൻ പ്രഖ്യാപിച്ച സർക്കാർ അഷ്വർഡ് പെൻഷൻ പദ്ധതിയും പ്രഖ്യാപിച്ചു. DA കുടിശ്ശിക പൂർണ്ണമായും നൽകുമെന്നും ഇതിന്റെ ആദ്യ ഗഡു ഫെബ്രുവരിയിൽ കൊടുക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് സർക്കാർ പ്രഖ്യാപിച്ചു. ഹരിത കർമ്മസേനാംഗങ്ങൾ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ, പൊതുമേഖലാ സഹകരണ മേഖലയിലെ ജീവനക്കാർ, പെൻഷൻകാർ എന്നിവർക്കെല്ലാം പ്രത്യേക ഇൻഷുറൻസ് പദ്ധതിയും പ്രഖ്യാപിച്ചു. കാരുണ്യ പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാകാത്തവർക്കായി ഇൻഷുറൻസ് പദ്ധതിയും പ്രഖ്യാപിച്ചു. ആശ, അംഗനവാടി, ലൈബ്രറി ജീവനക്കാർക്ക് വേതനം വർദ്ധിപ്പിച്ച സർക്കാർ പത്രപ്രവർത്തക പെൻഷനും കൂട്ടി. 12-ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ച് ധനമന്ത്രി റിപ്പോർട്ട് 3 മാസത്തിനകം സമർപ്പിക്കുമെന്നും വ്യക്തമാക്കി. വിപണി ഇടപെടലിനായി 2333 കോടി രൂപ അനുവദിച്ചു. പട്ടികജാതി വികസനത്തിന് 3507 കോടി രൂപയും അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിക്ക് 200 കോടി രൂപയും ലൈഫ് പദ്ധതിക്ക് 1497 കോടി രൂപയും വകയിരുത്തി. ജയിലുകളുടെ നവീകരണത്തിന് 42 കോടി രൂപ അനുവദിച്ചു. കായിക മേഖല പദ്ധതി വിഹിതം 51% വർദ്ധിപ്പിച്ചു. താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റുകൾ ആരംഭിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. PhD ഗവേഷകർക്ക് 15,000 രൂപ ഫെല്ലോഷിപ്പ് നൽകും. പത്രപ്രവർത്തക പെൻഷൻ 13,000 രൂപയാക്കിയിട്ടാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന 35 മുതൽ 60 വയസ്സുവരെയുള്ള സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ എല്ലാ മാസവും നൽകുന്നതിന് വേണ്ടി 3820 കോടി രൂപ വകയിരുത്തി. എല്ലാ അസംഘടിത തൊഴിലാളികൾക്കും ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചു. ഹരിതസേന അംഗങ്ങൾ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ, ലോട്ടറി തൊഴിലാളികൾ എന്നിവർക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതികളാണ് തുടങ്ങാനിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളി ഗ്രൂപ്പുകൾക്ക് ഇൻഷുറൻസ് പദ്ധതിക്കായി 100 കോടി രൂപ വകയിരുത്തി. 1 മുതൽ 10-ാം ക്ലാസ് വരെ പഠിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പ്രഖ്യാപിക്കുകയും അതിന് 15 കോടി രൂപ വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. മെഡിസപ്പിൽ ഉൾപ്പെട്ടവർക്കും ആരോഗ്യ ഇൻഷുറൻസ് പ്രഖ്യാപിച്ചു. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ആദ്യത്തെ 5 ദിവസം സൗജന്യ ചികിത്സ നൽകും എന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കി. ഓട്ടോ ടാക്സി ജീവനക്കാർക്ക് വലിയ പ്രഖ്യാപനങ്ങളുണ്ട്. ഓട്ടോ സ്റ്റാൻഡുകൾ സ്മാർട്ട് മൈക്രോ ഹബ്ബുകൾ ആക്കുന്നതിന് 20 കോടി രൂപ പ്രഖ്യാപിച്ചു. ഇലക്ട്രിക് ഓട്ടോകൾ വാങ്ങുന്നതിനുള്ള പലിശ 2% ഇളവ് വരുത്തി. പഴയ ഓട്ടോകൾ മാറ്റി ഇലക്ട്രിക് ഓട്ടോകൾ വാങ്ങാൻ 40,000 രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചു. ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും പ്രഖ്യാപിച്ചു. അതേസമയം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ക്ഷേമ പെൻഷൻ വർധനവ് ഉണ്ടായില്ല. 2,000 രൂപ വിതരണം തുടരും. ഇതിനുവേണ്ടി 14,500 കോടി രൂപ അനുവദിച്ചു. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ പ്രത്യേക കാര്യം, ക്ഷേമ പെൻഷൻ കൂട്ടിയാൽ എല്ലാ മാസം മുതൽ വലിയൊരു തുക ഇതിനായി വകയിരുത്തണം. ഇപ്പോൾ തന്നെ കൊടുത്ത് തുടങ്ങണം. ഈ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പ്രഖ്യാപിച്ചത് കൊടുക്കണമെങ്കിൽ അടുത്ത തവണ ഭരണത്തിൽ വന്നെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇതൊരു പ്രഖ്യാപനമായിട്ട് പോകും. ആശാ വർക്കർമാരുടെ ശമ്പളത്തിൽ 1000 രൂപയുടെ വർധനവ് വരുത്തിയിട്ടുണ്ട്. പാചക തൊഴിലാളികൾക്ക് 25 രൂപ ദിവസവേതനത്തിൽ വർധനവ് വരുത്തി. അംഗനവാടി ടീച്ചർമാർക്ക് ശമ്പളത്തിൽ 1000 രൂപയുടെ വർധനവും ഹെൽപ്പർമാർക്ക് 500 രൂപയുടെ വർധനവും വരുത്തി. കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിക്ക് 400 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതാണ് പൊതുവെ ജനപ്രിയ പ്രഖ്യാപനങ്ങളായിട്ട് വന്നിട്ടുള്ളത്. മറ്റ് പ്രഖ്യാപനങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ പ്രത്യേകം വീഡിയോകളായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ക്ഷേമ പെൻഷൻ കൂട്ടിയിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. വാഗ്ദാനം നടപ്പിലായില്ല. അതായത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇലക്ഷൻ സമയത്ത് പറഞ്ഞിട്ടുള്ള വാഗ്ദാനമാണ് 2,500ലേക്ക് 900 രൂപ വർദ്ധിപ്പിച്ച് പെൻഷൻ എത്തിക്കുമെന്ന്. അതിനുശേഷം പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് 400 രൂപ കൂട്ടുക മാത്രമാണ് ഉണ്ടായത്. പിന്നീടൊരു വർധനവ് വരുത്തും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ബജറ്റിൽ അത് ഉണ്ടായില്ല. ഇനി നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ്, അതായത് പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരാഴ്ച മുമ്പാണ്
പെൻഷൻ വർദ്ധിപ്പിച്ചത്. ഇനി നിയമസഭാ ഇലക്ഷന് ഒരാഴ്ച മുമ്പ് ഇങ്ങനെ മുഖ്യമന്ത്രി വന്നൊരു പ്രഖ്യാപനം നടത്തുമോ എന്നുള്ളത് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന് കാണാം. എന്തായാലും ബജറ്റിൽ ആ പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ക്ഷേമ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ നടത്തിയപ്പോൾ കേരളത്തിൽ ക്ഷേമ പെൻഷൻ ആദ്യം നടപ്പിലാക്കിയത് ഇടത് സർക്കാരാണ് എന്ന് ബജറ്റ് പ്രസംഗത്തിനിടെ അവകാശവാദം ഉന്നയിച്ച ധനമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മറുപടി നൽകി. മുഖ്യമന്ത്രി ആർ. ശങ്കറിൻ്റെ സർക്കാരാണ് കേരളത്തിൽ ആദ്യമായി ക്ഷേമ പെൻഷൻ നടപ്പിലാക്കിയത് എന്ന് വി.ഡി. സതീശൻ വ്യക്തമാക്കി. വാർദ്ധക്യ പെൻഷനും വിധവാ പെൻഷനുമാണ് ശങ്കർ സർക്കാർ നടപ്പിലാക്കിയത്. കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ല ക്ഷേമ പെൻഷൻ ആരംഭിച്ചത് എന്നും വി.ഡി. സതീശൻ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചു. സംസ്ഥാന സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചത് ഒരു പ്രസക്തിയും ഇല്ലാത്ത ആളുകളെ കബളിപ്പിക്കുന്ന ബജറ്റാണ് എന്നും അടുത്ത സർക്കാരിൻ്റെ തലയിൽ എല്ലാം കെട്ടിവെക്കുന്ന ബജറ്റാണ് എന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വ്യക്തമാക്കി. ഈ ബജറ്റിൽ ₹1 പോലും സർക്കാർ ചിലവാക്കാൻ പോകുന്നില്ല എന്നും ഈ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഉത്തരവായി നടപ്പാക്കുമ്പോഴേക്കും ഈ സർക്കാരിൻ്റെ കാലാവധി കഴിയും എന്നും 2026-27 വർഷത്തേക്ക് നടക്കുന്ന ബജറ്റ് UDF സർക്കാർ അവതരിപ്പിക്കും എന്നും അതായിരിക്കും യഥാർത്ഥ ബജറ്റ് എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. LDF അധികാരത്തിൽ വരാൻ പോകുന്നില്ലെന്ന് അവർക്ക് തന്നെ ഉറപ്പാണ് എന്ന് തെളിയിക്കുന്ന ബജറ്റാണ് എന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശം പദ്ധതി വിഹിതം വിനിയോഗിച്ച സർക്കാരാണ് ഇത്. 38% മാത്രമാണ് ചെലവാക്കിയത്. കഴിഞ്ഞ 5 വർഷവും പദ്ധതികളുടെ വിനിമയത്തിൽ വർധനവുണ്ടായിട്ടില്ല. കഴിഞ്ഞ 6 മാസക്കാലം 10 ലക്ഷം രൂപയിൽ കൂടുതൽ ട്രഷറിയിൽ നിന്നും മാറാൻ കഴിയുന്നില്ല. അധികാരത്തിലെത്താൻ ക്ഷേമ പെൻഷൻ 2500 വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച സർക്കാരാണ് ഇത് എന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. സ്വർണ്ണവില ഏറ്റവും വലിയ ഉയരത്തിലേക്ക് എത്തുകയാണ്. ഇന്ന് ഒറ്റയടിക്ക് ഒരു പവന് 8640 കൂടി. ഗ്രാമിന് 1080 വർദ്ധിച്ച് 16,395 രൂപയും പവന് 8640 വർദ്ധിച്ച് 1,31,160 രൂപയിലും എത്തി. വരും ദിവസങ്ങളിലും വർധനവുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ